നമസ്കാരം. ഞാൻ കല്ലാമംഗലം ഗിരിജ രാംദാസ്. നന്ദനം ആർട്ടിസ്റ്റിക് അരീന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ ജനപ്രിയ പ്രോഗ്രാമായ ബിഗ് ബോസിനെ കുറിച്ചാണ്. ഈ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിൽ നമ്മുടെ ആര്യൻ എന്ന വ്യക്തി എവിക്റ്റായിപ്പോയി. ആ എവിക്റ്റായത് നമുക്കെല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അവൻ നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു എൻ്റർടൈനറാണ്, എല്ലാമാണ്. പക്ഷേ ഈ എവിക്റ്റാവുന്നതെല്ലാം പ്രേക്ഷകരുടെ വോട്ട് പ്രകാരമാണെന്നുള്ള എന്നും വന്നിട്ട് നമ്മുടെ ലാലേട്ടൻ പറയുന്നതാണ്. ബിഗ് ബോസോ ലാലേട്ടനോ അതിലൊരു കയ്യുമില്ല എന്നും. എന്നാലും ബിഗ് ബോസിനകത്തിരിക്കുന്നവർക്ക് വളരെ സംശയങ്ങളാണ്. ഇത് കൂടെ കളിക്കുന്നവരെ എവിക്റ്റാക്കിയതാണ്, അല്ലെങ്കിൽ കൂടെ കളിക്കുന്നവരുടെ കാരണം കൊണ്ടാണ് ഞാൻ എവിക്റ്റായിപ്പോയത്, അങ്ങനെയൊക്കെ ഒരു വിചാരമാണ്. ഈ ആര്യൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. പക്ഷേ അനുമോളോട് മാത്രം അവൻ യാത്ര പറഞ്ഞില്ല. അതെനിക്ക് വല്ലാത്തൊരു അനുമാവും വളരെ വിഷമത്തിലിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആരെ വിക്റ്റായി പോയാലും എല്ലാവർക്കും അവിടെ സങ്കടമൊക്കെ ഉണ്ടാവും. പിന്നെ കൂടുതൽ അടുപ്പുള്ളവർ പോയാൽ കൂടുതൽ വിഷമം ഉണ്ടാവും. അതൊക്കെ സർവ്വസാധാരണമാണ്. എല്ലാവരും വിക്റ്റായി പോകുന്നില്ലേ, അതുപോലെ തന്നെയെന്ന് വിചാരിച്ചാൽ മതി ശരിക്കും. പക്ഷേ നിവിൻ ആ കുട്ടിയൊന്ന് നോക്കുപോലും ചെയ്യാതെ ഇറങ്ങിപ്പോയതോ പോയി കഴിഞ്ഞിട്ട് പല ചാനലുകളിലും എയർപോർട്ടിനും എല്ലാം അനുവിനെ പറ്റി കുറ്റം തന്നെ പറയുന്നു. അതൊക്കെ ഒരു മോശമുള്ള കാര്യമില്ലേ? നമ്മൾ 1-2 ദിവസമേ ഒരാളുടെ കൂടെ താമസിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരാളായിട്ട് സൗഹൃദമുള്ളൂ എങ്കിൽ പോലും നമുക്ക് അവരോടൊരു സ്നേഹവും ബഹുമാനമൊക്കെ തോന്നുന്നതാണ്. ഇത് ഇത്രയും ദിവസം ഒരുമിച്ച് താമസിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതൊന്നും ക്ഷമിക്കാതെ, ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ ആ കുട്ടീനെ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ സംസാരിക്കുന്നത് എന്തൊരു കഷ്ടമാണത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ആര്യൻ പോയതിൻ്റെ ശേഷം ബിഗ് ബോസിലുള്ള അവസ്ഥ, നമ്മൾ അക്ബർ, നെവിൻ, ആദില, നൂറ തുടങ്ങിയ എല്ലാവരും, അപ്പോൾ അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും, ഷാനവാസ് അസുഖം മാറി വന്ന് ഒന്നും കൂടി എനർജറ്റിക് ആയി എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങേർക്ക് ഒരു ചെറിയൊരു അസുഖം ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക, കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി അടങ്ങി നിൽക്കും. വീണ്ടും ഭയങ്കര ഹൈ ഇതിലാണ് അങ്ങേര് സംസാരിക്കുന്നത്. ഭയങ്കര കഷ്ടം തോന്നി എനിക്കത് കണ്ടപ്പോൾ. എല്ലാവരും കൂടി ആ കുട്ടീനെ ആക്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആ നൂറയും അതിനെയും വല്ലാതെ ആ കുട്ടീനെ ഉപദ്രവിക്കുന്നുണ്ട്. പുറകെ നടന്നിട്ടാണ് അതിൽ ആ കുട്ടീനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഇതൊന്നും എല്ലാവരും കാണുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ വളരെ കഷ്ടമുള്ള കാര്യമാണ്. കുട്ടി അടുക്കളയിലാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, പുറത്താണെങ്കിലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്തും ആ കുട്ടിയുടേതായ രീതിയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എല്ലാവരും ആ കുട്ടി കുറ്റം പറയുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? എനിക്ക് തോന്നുന്നു അവർക്ക് എല്ലാവർക്കും തോന്നിക്കാണും ഒരു പക്ഷേ അനു തന്നെയായിരിക്കും കഫ് അടിക്കുന്നതെന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഞാൻ പറയുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഒരു ദേഷ്യവും ഇതൊക്കെ ആയിരിക്കും തോന്നുന്നത്. എന്തായാലും ഇതൊന്നും നല്ലൊരു പ്രവണതയല്ല. ബിഗ് ബോസ് അവസാനമാവുകയാണ്. നന്നായി വരേണ്ട സമയത്ത് അവിടെ ഉള്ളവർ തന്നെയാണ് ഇത് കൊളാക്കുന്നത്. ബിഗ് ബോസ് ഇതിനൊരു തീരുമാനം അടുത്ത പ്രാവശ്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ചീത്ത രീതിയിലേക്ക് പോകും എന്ന എൻ്റെ ചെറിയ അഭിപ്രായം. ബിഗ് ബോസ് കാണാനേ തോന്നുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നന്ദി, നമസ്കാരം.